ഗോയിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആക്ച്വലി നിങ്ങളുടെ ചാർജിങ് നെറ്റ്വർക്കും റിലയബിലിറ്റിയും ഇസ് വേ ബെറ്റർ ദാൻ നോർത്ത് ഇന്ത്യയിലത്തെ ഓപ്പറേറ്റേഴ്സ്. എൻ്റെ ഒരു കണ്ണിൽ ഇവിടെ എല്ലാം പരീക്ഷിക്കും ആൾക്കാർ, എന്ത് സാധനം പോയി അതെ എൻ്റെ അവസാനിപ്പിച്ചു. അതെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പൂട്ടിപ്പോയ മാനുഫാക്ചറേഴ്സ് ഒന്നും മാർക്കറ്റിൻ്റെ കുഴപ്പമല്ല, മാനുഫാക്ചറേഴ്സിൻ്റെ കുഴപ്പം തന്നെയാണ്. ഇതിലൊക്കെ 3 സിലിണ്ടർ എഞ്ചിനാണ് 7.8 അങ്ങോട്ട് ഇൻഡ്യൂസ് പ്രൈസ് അനൗൺസ് ചെയ്ത് 15 ലക്ഷം വരെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെ. എൻ്റെ സ്കോഡയുടെ CEO പറയുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് റൈറ്റ് പ്രൈസിൽ അവതരിപ്പിച്ചൊരു വണ്ടി എന്നാണ് പറയുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് 3 സിലിണ്ടർ കിട്ടുന്നത്. അതെ, റൈറ്റ് പ്രൈസ് അവർ തന്നെയല്ലേ പറഞ്ഞത്. ഇത്രയും കാലം പറ്റിക്കായിരുന്നു. അതെ, അല്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടേ, അവരും ഇത്രയും കൊല്ലമായിട്ട് വണ്ടി ഇറക്കണമല്ല, അപ്പൊ ഇത്രയും കാലം അവരെല്ലാം വണ്ടി ഓവർ പ്രൈസ് ചെയ്യായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? വണ്ടികളാണ് നല്ല വണ്ടികളാണ്. പ്രീമിയം ബാഡ്ജിങ് ഉണ്ടല്ലോ അവർക്ക്. നമ്മൾ സ്കോഡ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു മേ ബി മിത്സുബിഷിയേക്കാളും ഒരുപടി മുകളിലാണ് നമ്മൾ. മിത്സുബിഷി ഈസ് നൗ ഒരു പാർട്ട് ഓഫ് ഹിസ്റ്ററി. അതിനിപ്പോ പ്രത്യേകിച്ച് വലിയ ഔട്ട്ലാൻഡർ അതിനോട് അവർ ഔട്ടായി. ഈ ലാൻഡിൽ നിന്ന് അവർ ഔട്ടായി. പിന്നെ ഈ ഏരിയ വന്നിട്ടില്ല, അവര് തീർന്നു, അതോടെ പോയി. ഇപ്പോഴും നല്ല ഡിമാൻഡ്. പജേറോ ഒരു കേപ്പബിൾ വണ്ടിയാണ്. പജേറോ ഇസ് എ വെരി കേപ്പബിൾ കാർ. ഔട്ട്ലാൻഡർ എന്തിനാണ് ഇറക്കിയെന്ന് ആർക്കും അറിയില്ല. ഒരു പെട്രോൾ SUV വിത്ത് CVT ട്രാൻസ്മിഷൻ, ഒരു ഇന്ത്യയിൽ പോലത്തെ ഒരു ഡീസൽ പോപ്പുലർ ആയിട്ടുള്ള SUV ഉള്ള ഒരു നാട്ടിൽ കൊണ്ട് അങ്ങനത്തെ ഒരു വണ്ടി ഇറക്കുന്നത് അതിൽ അങ്ങനെ സംസാരിക്കാറില്ല, വിടോൺ ഗോതേർന്നാണ്. പക്ഷെ മിത്സുബിഷി ഇന്ത്യ പൂട്ടി പോയത് അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ കേട്ടോ. വേറെ ആർക്കും അത് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി മിത്സുബിഷി പോയി, ഷെവർലെ പോയി, ഫോർഡ് പോയി, ഫിയറ്റ് പോയി. ഇവർക്ക് എല്ലാവർക്കും പറ്റിയ ഫിയറ്റിൻ്റെ കേസ് മാത്രം സെപ്പറേറ്റ് ആണ്. ഫിയറ്റ് പക്ഷേ ബാക്കി ഇപ്പോൾ യു ആർ ലുക്കിംഗ് അറ്റ് ഓൾ ദി അമേരിക്കൻ ബ്രാൻഡ്സ് ഓർ ഫോർഡ് എടുത്താലും ഷെവി എടുത്താലും ഇതൊക്കെ എടുത്താലും സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പോയത് ഫോർഡും പോകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വണ്ടികളിൽ നിന്ന് മാറിയിട്ട് എല്ലാവരും മാരുതി ആവാൻ നോക്കിയപ്പോഴാണ് ഇതെല്ലാവരും പൊട്ടിപ്പോയത്. ദാറ്റ് ഈസ് എ തിങ്. ഇപ്പോൾ GM എടുക്കുകയാണെങ്കിൽ അവർ ഓപ്പൽ ആസ്ട്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ വർ നോൺ ഫോർ സോളിഡ് കാർസ്. ഓപ്പൽ ആസ്ട്ര, കോർസ, ഓൾ ദോസ് വർ സോളിഡ് കാർസ്. അവിടെ നിന്ന് പിന്നെ അവർ കുറേ ചൈനീസ് വണ്ടികൾ ഇറക്കിയത്. നമ്മുടെ അവസാനത്തെ എൻജോയ് ആരും എൻജോയ് ചെയ്തില്ല, ആരും എൻജോയ് ചെയ്തിട്ടില്ല. മേടിച്ചവരൊക്കെ കരച്ചില്ല അത്. അപ്പോൾ സർവീസിന് മുമ്പ് എഞ്ചിൻ മാറ്റി കൊടുക്കുന്ന വണ്ടിയായിരുന്നു അത്. അതെ, അത് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ എഞ്ചിൻ ഉണ്ടാക്കിയത് ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് ആണല്ലോ. 1.3 മൾട്ടിജെറ്റ് GMൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയത്. എല്ലായിടത്തും ഓടുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വേസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ GMൻ്റെ സ്വന്തം ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇത്. അതിന് വെറുതെ ആവശ്യം 2 റിയർ വീൽ ഡ്രൈവ് ഒക്കെ ആക്കി എന്തൊക്കെയോ ചെയ്തത്. കാർ വാസ് എ ഫ്ലോപ്പ്. അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ അവർ കുറച്ചെന്താ യുവ സെയിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇറക്കി. ആദ്യത്തെ യുവ അല്ല, ആദ്യത്തെ യുവ ദോസ് വേ ഡേവൂസ്. അത് ഡേവു ആയിരുന്നു. സോ ആദ്യം ഇറങ്ങിയ നമ്മുടെ ഷെവി എവിയോ യുവ അതെല്ലാം ഡേവുവിൻ്റെ ലൈൻ. ആ സമയത്ത് ഡേവുവിനെ എടുത്തു, അങ്ങനെ അതങ്ങനെ പോയി. പിന്നെ വന്നത് രണ്ടാമത്തൊരു യുവ ഇറങ്ങിയായിരുന്നു. അത് പ്രോപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ചൈനീസാണ്. ഇത് മറ്റേ ക്വാളിറ്റി ഇല്ലാത്ത ചൈനീസ് വണ്ടികളായിരുന്നു. അതോടെ ദേ ഡിഡ് സോ മച്ച് ഡാമേജ് ടു ദ ബ്രാൻഡ് ദാറ്റ് ഇറ്റ്സ് ഇറിപ്പയറബിൾ. ഇതിലും നല്ലതിനെ അടച്ചു പോയി പുതിയ വല്ല ബ്രാൻഡിൽ ഇറങ്ങുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലായി അവർ പോയി. ഫോർഡ് ആണെങ്കിലും ഫോർഡിൻ്റെ കാർസ് വെർ നോൺ ടു ബി നൈസ് ടു ഡ്രൈവ്. ഫിഗോ, എൻ്റെ ഫസ്റ്റ് കാർ ഫിഗോ ആയിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴൊരു ഫിയസ്റ്റ ഉണ്ട്. ദേ വർ റിയലി നൈസ് കാർസ്. ഫ്യൂഷൻ വാസ് എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ലുക്ക്, എസ്കോട്ട്, സോ അതെല്ലാം എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു. ഡ്രൈവിംഗ് ഡൈനാമിക്സ് നല്ലതായിരുന്നു. ഫസ്റ്റ് ഫിഗോ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫിഗോ വന്നപ്പോഴേക്കും അവർ എഞ്ചിൻ നന്നായിരുന്നു, പക്ഷേ ആ ഹാൻഡ്ലിങ്ങും ആ ഫീലും എല്ലാം അവർ കൂടുതലും മാരുതി ആവാൻ നോക്കി. ആ ഒരു ലൈറ്റ്നെസ്സായി കൺട്രോൾസിനും എല്ലാം. ഇറ്റ് വാസൻറ്റ് എ റിയൽ ഫോർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇക്കോ സ്പോർട്ട് നല്ലൊരു വണ്ടിയായിരുന്നു, പക്ഷേ അതിൻ്റെ സക്സസ് ഇല്ല. ഇക്കോ സ്പോർട്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോകും. ഒരു 5 കൊല്ലം ഞാനിപ്പോൾ ഇക്കോ സ്പോർട്ട് ഓടിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്താ മേടിക്കേണ്ടത്? എൻ്റെ ഓർ അവിടെ മുകളിലാണ്. അതിൻ്റെ ഇടയിൽ ഒരു 20 ലക്ഷം രൂപ ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഈ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെല്ലാവരും ഞാൻ പറഞ്ഞ ഇസ് ദെയർ ഓൺ ഡൂയിങ്. ആരും മറ്റേ നല്ല വണ്ടി ഇറക്കിയിട്ട് ഒരു കാരണമില്ലാണ്ട് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുന്നൊരു മാർക്കറ്റ് അല്ല ഇന്ത്യ. ഇവിടെ എൻ്റെ ഒരു കണ്ണിൽ ഇവിടെ എല്ലാം പരീക്ഷിക്കും ആൾക്കാർ, എന്ത് സാധനം. ഇപ്പം നമ്മുടെ ഇവിടെ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എത്ര പുതിയ ഹോട്ടൽ തുടങ്ങുന്നു. ഒരിക്കലെങ്കിലും പോയി നോക്കും. ഒരിക്കൽ പോയി നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോവും. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ അവസ്ഥ. ഫോർസ് 1 എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കി.
ആർക്കാണ് അങ്ങനത്തെ ഒരു വണ്ടി മേടിക്കാൻ ധൈര്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ലൈക്ക് ഇതെന്തോ ഒരു സാധനം, ഇറ്റ്സ് ജസ്റ്റ് ദെയർ. അവർ ഇതുവരെ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടില്ല, അവരൊരു കാർ ഉണ്ടാക്കി. അങ്ങനത്തെ ഒരു വണ്ടി 10-12 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കേണ്ട ആളുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ആ പൈസക്ക് നമുക്ക് എന്തൊക്കെ കിട്ടും, സർവീസും ഷോറൂമും എല്ലാം ഉള്ള വണ്ടികളെല്ലാം കിട്ടും. നോ, ഐ വിൽ ബൈ ദാറ്റ്. അതെ, അങ്ങനത്തെ ഒരു തോട്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമറിന് ആക്ച്വലി വലിയ മനസ്സാ. കാര്യം ഇത്രയും എങ്ങാനും നന്നായാലോ, എങ്ങാനും പിന്നെ എങ്ങനെ ആരും അറിയാണ്ടത് ശരിക്കും ഒരു വേൾഡ് സീക്രട്ട് ആണെങ്കിലോ എന്ന് വിചാരിച്ച് പോയി മേടിക്കും നമ്മൾ. പിന്നെ അനുഭവിക്കും, പക്ഷെ എങ്കിലും മേടിക്കും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പൂട്ടിപ്പോയ മാനുഫാക്ചറേഴ്സ് ഒന്നും മാർക്കറ്റിന്റെ കുഴപ്പമല്ല, മാനുഫാക്ചറേഴ്സിന്റെ കുഴപ്പം തന്നെയാണ്. ഇപ്പൊ അതേപോലെയാണ് പിക്കപ്പ് ട്രക്സ് അതെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ വൺസ് ഇതൊക്കെ സക്സസ് ആണെങ്കിൽ ഫോണിന്റെ റാപ്റ്റർ അതേപോലെ ഇന്ത്യയിൽ ബുദ്ധിമുട്ടും എപ്പോഴും ബുദ്ധിമുട്ടാണ്. കാര്യം ടൊയോട്ട വരെ ബുദ്ധിമുട്ടി. 10 ലക്ഷം രൂപ ടൊയോട്ട ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസ് ഇല്ലായിരുന്നു വണ്ടി. ഏത് ടൊയോട്ട ഹൈലി പ്രൈസ്ഡ് അല്ലാത്ത? സോറി, അതെ അതെ, നമ്മുടെ അത് ടൊയോട്ട റേറ്റ് ആണത്. 12 ലക്ഷം 13 ലക്ഷം ഉള്ളു ഇന്നോവ. ഇറങ്ങുമ്പോൾ ഇന്നോവ ആദ്യത്തെ ഇറങ്ങുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഉള്ളേ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക്. ഫോർച്യൂണർ ആണ് മറ്റേ ഗോൾഡിനേക്കാൾ എപ്രിസിയേഷൻ ഉള്ള ഒരു സാധനം. 19 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിയ ഫോർച്യൂണർ ഇപ്പോൾ 70 ലക്ഷം രൂപ വരെ നമുക്ക് ഫോർച്യൂണർ മേടിക്കാം. സ്റ്റോക്ക് ഉണ്ട്. അല്ല, ഐ എം ഷുവർ ദേ മേക്കിംഗ് മണി, ബട്ട് എന്തായാലും ഫോർച്യൂണർ അവരുടെ ഒരു എന്താ അങ്ങനത്തെ ഒരു പിന്നെ ഒരു ക്ലാസ്. വേറെന്താ ഫോർച്യൂണറിന്റെ കോമ്പറ്റീഷൻ എന്താ? ഇറ്റ് ഇസ് എ ക്ലാസ്. എക്സാക്ട്ലി, അതൊരു ക്ലാസ് ഡെഫിനിഷൻ ആണ് ആ വണ്ടി. വേറൊരു വണ്ടി ഇല്ല. എൻഡോവർ പോയി, എൻഡോവർ നിർത്തിപ്പോയി, അവസാനിപ്പിച്ചു. അതെ, ആ എൻഡോവർ അവസാനിപ്പിച്ചു. അതെ, This entire podcast was just wordplay. അതെ. അപ്പോൾ ഈ റീബാഡ്ജിനെ പറ്റി ഒരു പരിപാടി അപ്പോൾ ചോദിക്കണമെന്നുണ്ട് എനിക്ക്. ബേസിക്കലി ടൊയോട്ടയ്ക്ക് ലോ എൻഡിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വണ്ടിയില്ല, അപ്പോൾ അവർക്ക് അവിടെ വണ്ടി കിട്ടി. മാരുതിക്ക് ബെറ്റർ ടെക്നോളജി മേ ബി ടൊയോട്ടയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ റീബാഡ്ജിങ് വരുമ്പം ഒരു ഗുഡ് തിങ് ഓർ ബാഡ് തിങ് എന്നല്ല ഞാൻ ചോദിക്കുന്നത്. നമുക്കൊരു കസ്റ്റമർ നോക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതിനൊരു എന്ത് പറയുന്നത്, ഇതൊരു നമ്മളെ ഒരു കണ്ണിപ്പൊടിയുന്ന പരിപാടിയല്ലേ? ഞാനത് അങ്ങനെ ആദ്യം ആലോചിച്ചിരുന്നത്. ഓക്കെ, ദർ ആർ കാർസ് വിത്ത് സം ഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റാപ്പിഡ് വെൻറ്റോ അല്ലെങ്കിൽ കുഷാക്ക് ടൈഗോൺ, ഇറ്റ്സ് സെയിം കാർ, പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ബോഡി പാനൽസ്, ഇൻറ്റീരിയറൊക്കെ വ്യത്യാസമുണ്ട്. സോ ആ ഒരു റീബ്രാൻഡിങ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിപ്പോൾ പറയണത് ടൊയോട്ട മാരുതിയല്ല ഉദ്ദേശിച്ചത്. അതെ, സോ ടൊയോട്ട മാരുതിയുടെ കാര്യം പറയുമ്പോൾ മാരുതിക്ക് ടെക്നോളജി കിട്ടുന്നുണ്ട്, ടൊയോട്ട ഡീലർമാർക്ക് സെയിലും കിട്ടുന്നുണ്ട്. സോ ആസ് ഫാർ ആസ് ദേ ആർ കൺസേൺഡ് ഇറ്റ്സ് ഓക്കെ. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ബലീനോ മേടിക്കേണ്ടവരും ഗ്ലാൻസ മേടിക്കുമ്പോൾ പലവർക്കും മാരുതി മതിയായിട്ടുണ്ടാവും. ആസ് എൻ ജനിച്ചപ്പോൾ തൊട്ട് വീട്ടിൽ മാരുതി ആയിരിക്കും, നത്തിങ് റോങ് വിത്ത് ദ കാർ. പക്ഷെ ഒരു ചേഞ്ച്, ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞ പോലെ ആ ബാഡ്ജ് മാറി. ആ ബാഡ്ജിന് മാരുതിയിൽ പാർട്ട് നമ്പറുണ്ട്, പിന്നെ വണ്ടി ഉണ്ടാക്കണ മാരുതിയല്ലേ. അത് കയറുമ്പോൾ പക്ഷേ ഷോറൂമിൽ പോകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. ഈസ് നോട്ട് ഗോയിങ് ടു മാരുതി ഷോറൂം, ഈസ് നോട്ട് ഗോയിങ് ടു മാരുതി സർവീസ് സെൻറ്റർ. അപ്പോൾ അതുകൊണ്ട് ഒരു വേറെ കാർ മേടിച്ച ഫീലിംഗ് ആണ്. ഇൻറ്റീരിയറിന് കളർ വ്യത്യാസം ഉണ്ടാവും, എന്തെങ്കിലും മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. കസ്റ്റമറിന് അത് മതി. കാര്യം മാരുതിയാണ് എന്ന ടൊയോട്ടയാണ്. സോ ഡു യു തിങ്ക് ലൈക്ക് ടൊയോട്ടയും മാരുതിയും തമ്മിൽ EVയുടെ കേസിലും ഇതേപോലെ ഉണ്ടാവും എന്നുള്ളത്? ഉറപ്പായിട്ടും ഉണ്ടാവും. ടൊയോട്ട EVയിലേക്ക് വരും. ഇല്ലേ, വൈ നോട്ട്, വൈ വുഡൻ ദേ? വരും, വരാണ്ടിരിക്കില്ല, വരുത്തും. കാര്യം ഈ ഗ്രാൻഡ് വിറ്റാര ഉണ്ടാക്കണത് ഇവർ തന്നെയാണ്, അതിൻ്റെ ഹൈബ്രിഡും സാധനങ്ങളും എല്ലാം. സോ വൈ വുഡൻ ദേ ഡു ഇറ്റ് എന്നൊരു ചോദ്യമുണ്ട്. ബാക്കി എല്ലാ വണ്ടിയും ഒരിക്കലും ഷെയർ ചെയ്യില്ല എന്ന് വിചാരിച്ച് ഇന്നോവ വരെ മാരുതിക്ക് കൊടുത്തു ഉണ്ടല്ലോ. അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ ഇന്നോവ. മറ്റേ ക്രിസ്റ്റ ഇൻവിക്ടോ അതെ ഉണ്ട്. കാര്യം ഹൈക്രോസിന് 1 വർഷം വെയിറ്റിങ്ങും ഇൻവിക്ടോ ഷോറൂമിൽ പോയപ്പോൾ കിട്ടും. പിന്നെ ഒരുപാട് ഇൻവിക്ടോ ഡീബാഡ്ജ് ചെയ്ത് ഓടിക്കേണ്ട ആൾക്കാർ, മാരുതി എന്നാരും അറിയുന്നില്ല. പറയുമ്പോൾ വിലയും കുറവാണ്. ഞാൻ ഭയങ്കര കൂളായതുകൊണ്ട് ഞാൻ ഡീബാഡ്ജ് ചെയ്ത് ഓടിക്കുന്നു. ഇറ്റ്സ് ദാറ്റ്. ഒരു മാരുതി വാനും കൂടി ഇവർക്ക് കൊടുത്തിട്ട് അർബൻ കിഡ്നാപ്പർ എന്നൊരു പേരിൽ വിളിച്ചിരുന്നെങ്കിൽ അതാണ്. അപ്പോൾ ഇത് ആർക്കും ദ്രോഹമൊന്നും ചെയ്യാത്തൊരു ഷെയറിംഗ് ആണല്ലോ ഇത്. അവർ പറയണമില്ല ഇത് വേറെ കാറാന്ന് അവർ ക്ലെയിം ചെയ്യണമൊന്നുമില്ല. അല്ല, ബേസിക്കലി ഇപ്പം അങ്ങനെ ഞാൻ ചോദിച്ച ക്വസ്റ്റൻ, എന്നാലും ഒരേ എഞ്ചിൻ വെച്ച് 10 കമ്പനിക്ക് കാർ ഓടിച്ച ആർക്കും പ്രശ്നമില്ലായിരുന്നു. ആർക്കും പ്രശ്നമില്ലായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മുടെ
മൾട്ടിജെറ്റിൻ്റെ എന്തോരം വണ്ടിയുണ്ട്, 10 വണ്ടിയോളം ഉണ്ടായിരുന്നു മൾട്ടിജെറ്റിൽ. അതേപോലെ 2TDI ഫോക്സ് വാഗൻ്റെ എൻജിൻ വാസ് ഇൻ എവറിത്തിങ്. എവിടം തൊട്ട് ചെറിയ A3 തൊട്ട് A6 വരെ എൻജിൻ ഉണ്ടായിരുന്നു. ഈ കൈലാക്ക് ക്ലച്ച് പിടിക്കൂ? പറയാൻ പറ്റില്ല. 1 ലക്ഷം വണ്ടി വിൽക്കണമെന്നാണ് പറയുന്നത്. വർഷം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈസി ടാർഗറ്റ് ആണെന്നാണ് അവരുടെ ഒരു ഇന്റേണൽ വിലയിരുത്തൽ. ഇറ്റ് വിൽ സെൽ ഡീസെന്റ്ലി, ഐ എം ഷുവർ. ഓൾമോസ്റ്റ് 15 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് 15 ലക്ഷം സംതിങ് ആയിരിക്കും. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനും. I think he is looking for reassurance to buy it. അല്ല, പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നു സിലിണ്ടർ, ഐ മീൻ ഡിസ്പ്ലേസ്മെന്റ് ഡസൻറ്റ് മാറ്റർ. വിത്ത് ടെക്നോളജി, വിത്ത് ടർബോസ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ഓൾ ഓഫ് ദാറ്റ് കമ്മിങ് ഇൻ ടെക്. ഇപ്പോൾ 1000 cc ആയാലും 1300 cc ആയാലും അതിൽ വലിയ കഥയില്ല. ഇതേ 3 സിലിണ്ടർ എഞ്ചിനല്ലേ ഒട്ടുമുക്കാൽ ടൈഗുണ്ണും കുഷാക്കുകാരും 18-20 ലക്ഷം രൂപ എടുത്ത് മേടിച്ചിരിക്കുന്നത്. അവർക്കില്ലാത്ത കംപ്ലൈൻറ്റ് ഏതായാലും അതിൻ്റെ താഴത്തെ സെഗ്മെന്റിൽ എന്തായാലും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. ടൈഗുൺ, കുഷാക്ക്, സ്ലാവിയ, വേർട്ടസ് ഒക്കെ 1 ലിറ്റർ അല്ലേ. 1.5 ഉണ്ട്, പക്ഷേ ഒരു 100 വണ്ടി എടുത്ത് അതിനകത്തൊരു 15 വണ്ടിയെ 1.5 ഉള്ളൂ, ബാക്കിയെല്ലാം 1 ലിറ്റർ ആണ്. ആർക്കും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ലൈക്ക് പീപ്പിൾ ആർ ഡ്രൈവിംഗ് ഇറ്റ് അറൗണ്ട്. പക്ഷേ അതിനകത്ത് വരാൻ പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴത്തുള്ള സെഗ്മെൻറ്റ്, ദാറ്റ് ഇസ് യുവർ നെക്സോൺ, ബ്രെസ, സബ് 4 മീറ്റർ സെഗ്മെൻറ്റ് കുറച്ചുകൂടെ മൈലേജ് കോൺഷ്യസ് ആണ് ദാൻ യുവർ പ്രീമിയം സെഗ്മെൻറ്റ്. ഈ 3 സിലിണ്ടർ ടെർബോ എഞ്ചിൻസ് പൊതുവേ സിറ്റിക്കകത്ത് മൈലേജ് കുറച്ച് കുറവാണ്, ഏത് ബ്രാൻഡ് എടുത്താലും. അത് അതിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് അല്ല. സിട്രോണിന് EV ഉണ്ട്, സിട്രോണിന് ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, സിട്രോണിന് എന്താ പറയുന്നത് ചെറിയ വണ്ടിയുണ്ട്, സിട്രോണിന് വലിയ വണ്ടിയുണ്ട്, സിട്രോണിന് മറ്റേ 2 വണ്ടിയും കൂടി ചേർന്ന വണ്ടിയുണ്ട്, ബസാൾട്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ഡീലർഷിപ്പിന്റെ കാര്യം പെർസെപ്ഷനും ഇല്ല. വാട്ട് യു തിങ്ക് ഓഫ് ദം? Nobody is thinking of them. അതാണ് പ്രോബ്ലം. അവര് ഫുൾ മാർക്സ് ഫോർ ട്രൈങ്. എനിക്കത് that I have to tell you, full marks to Citroen for trying. അവർ they just refuse to give up. പക്ഷേ അതെന്താ സംഭവം എന്ന് പറയും, അതവർക്ക് നമുക്ക് ചിലവരെ കാണുമല്ലോ, ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ അവർ മറ്റേ മൗണ്ടൻ ക്ലൈംബിങ്, മറ്റേ സ്കൈ ഡൈവിങ്, ജമ്പിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെയാണ് സിട്രോണിൻ്റെ കാര്യം. എന്നാലും വണ്ടി വിൽക്കണമെന്നില്ല, അത്യാവശ്യമൊന്നുമില്ല അവർക്ക്. കമ്പനിക്ക് എന്തായാലും എക്സ്പോർട്ട് ഉണ്ട്, അവർ ഗിയർ ബോക്സ് ഉണ്ടാക്കേണ്ട, ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. ഈ സിട്രോണിൻ്റെ ലോഞ്ചിന് പോയ സമയത്ത് തന്നെ നമ്മൾ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, അല്ല ഇതിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ? മറ്റേ കുറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററും, ഡേ നൈറ്റ് ഇല്ലാത്ത അകത്തെ മിററും, ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല, ഇങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ആൻഡ് ചീപ്നെസ് വിൽ നെവർ സെൽ ഇൻ ഇന്ത്യ. ചീപ്നെസ് ഒരിക്കലും, പീപ്പിൾ വോണ്ട് വാല്യൂ ഫോർ മണി ബട്ട് നോബഡി വോണ്ട്സ് ചീപ്പ്. നാനോ ഇസ് എ കേസ്, എക്സാമ്പിൾ. ഡാറ്റ്സൺ, അങ്ങനത്തെ ഒരു സ്ഥാനത്തിനെ പറ്റി ആരും മിണ്ടുന്ന പോലും ഇല്ല. സോ എനി വൺ ഹു കെയിം ടു ഇന്ത്യ സെയിങ് ചീപ്പ് വിൽ ഹാസ് ഓൾവേസ് ഫെയിൽഡ്. ഇപ്പോൾ സിട്രോണും അതാണ് പറ്റിയത്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ C3ക്ക് ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, 1.2 പവർ ഉണ്ട്, എഞ്ചിൻ റിഫൈൻമെന്റ് നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിലെ സ്പെക്സ് ഉണ്ട്, നല്ല വണ്ടി അത്. ആക്ച്വലി ഇറ്റ്സ് എ വെരി നൈസ് കാർ. നല്ല റൈഡ് കംഫർട്ടാണ്, നല്ല സ്പേസ് ഉണ്ട്, കയറി ഇറങ്ങാൻ ഭയങ്കര സുഖമാണ്. പക്ഷെ ധൈര്യപ്പെട്ട ആരെടുത്തത് മേടിക്കാൻ കൊച്ചി മാത്രമേ അവർക്കൊരു ഷോറൂം ഉള്ളൂ, സർവീസ് സെന്ററും അവിടെ തന്നെയാണ്. അതെ, എനിക്ക് ഐ ലൈക്ക് ദ ബ്രാൻഡ്. എനിക്ക് സിട്രോൺ എന്നുള്ള ബ്രാൻഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ദ ഇന്ത്യൻ സിട്രോൺ, പക്ഷേ അവരുടെ ഹിസ്റ്ററി ദേ ഹവ് ഓൾവേസ് ബീൻ ഹെഡ് ഓഫ് ദ കർവ്. അവരുടെ പഴയ സിട്രോൺ DS നോക്കിയാലും, സിട്രോൺ 2CV നോക്കിയാലും എല്ലാം, സിട്രോൺ ആ കാലത്ത് 3 ഓട്ടോമാറ്റിക് ജാക്കൊന്നും വേണ്ട, ടയർ പഞ്ചറായ സ്വിച്ച് ഇട്ടാൽ തന്നെ ടയർ പോകുന്ന കാറ് 60s ദേ ഹാഡ് കോർണറിങ് ഹെഡ് ലാംപ്സ് ഇൻ ദ 60s. അപ്പോൾ സിട്രോണിൻ്റെ ഒരു DS എന്ന് പറഞ്ഞൊരു കാറുണ്ട്. ഇറ്റ് ഇസ് called the Goddess, supposed to be one of the most beautiful cars in the world. അപ്പോൾ ആ വണ്ടിക്ക് സിംഗിൾ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് അന്ന്, ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഇൻ ദ 60s. സോ അന്ന് തൊട്ടേ സിട്രോണിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഹാസ് ബീൻ ദ ബെസ്റ്റ്. യെസ്. സോ ഈ വണ്ടി അന്ന് പലവരും, ഇന്ത്യയിൽ കുറേ വണ്ടികളുണ്ടായിരുന്നു ഈ സിട്രോൺ DS, പല വണ്ടികളും കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് ക്യാമറ കാറായിട്ട് യൂസ് ചെയ്തു. കാര്യം അത്ര സ്റ്റേബിൾ ആയിട്ടൊരു ക്യാമറ കാർ വേറെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഈ സിട്രോണിൻ്റെ റൈഡ് ഹാസ് ഓൾവേസ് ബീൻ ഗ്രേറ്റ്. ഇപ്പോഴത്തെ വണ്ടികൾ നല്ല റൈഡാണ്. C5 എടുത്താലും C3 എടുത്താലും ദേ റൈഡ് വെരി വെൽ. എൻജിൻസ് ആർ ആക്ച്വലി ക്വൈറ്റ് നൈസ്. നല്ല ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ് കൊടുക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എവിടെ പോയി മേടിക്കും? ആൻഡ് സിട്രോണിൻ്റെ ഒരു പേര് കിട്ടി ആദ്യമേ ഇവരെല്ലാം കുറച്ചായിട്ട് കൊടുത്തു. സോ നമ്മളൊരു യൂസ്ഡ് സിട്രോൺ മേടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസം വന്ന വണ്ടിക്ക് ഓരോ വ്യത്യാസമായിരിക്കും. എല്ലാ ഫീച്ചറും ഓരോ ദിവസമായിട്ട് ഫീച്ചർ ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യയിൽ ഫസ്റ്റ് ഇമ്പാക്റ്റിൽ ആൾക്കാർ എക്വിപ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് എന്ത് കൊടുത്താലും ശരി ആൾക്കാർ പറയുന്നത് എക്വിപ്മെന്റ് ഇല്ല. കിയ, ഹ്യുണ്ടായി, ദേ ഡിഡ് ദ റൈറ്റ് തിങ്, ഗോ ഓൾ ഔട്ട്.
ബാക്കി എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എക്വിപ്മെൻ്റ് ഉണ്ടാവണം. കസ്റ്റമർ കയറി ഇരിക്കുമ്പോൾ അതിനകത്ത് ഒരു റിച്ച് ഫീലാണ്. ലൈക്ക് എവറിത്തിങ് ഇസ് ഗുഡ്, യുനോ. മെറ്റീരിയൽസ് ആണെങ്കിലും ഭയങ്കരമാണ്, ഭയങ്കര ഫിനിഷിംഗ് ആണ്. അത് കിയയുടെ ഇന്ത്യയിലത്തെ, കിയ ആൻഡ് ഹ്യുണ്ടായുടെ ഇന്ത്യയിലത്തെ സ്റ്റോറീസ് റിയലി ഒരു കേസ് സ്റ്റഡിക്കുള്ള സാധനമുണ്ട്. കാര്യം കേൾക്കാത്ത രണ്ട് ബ്രാൻഡുകൾ ഔട്ട് ഓഫ് നോ വെയർ. ആൻഡ് പുറത്ത് ഒരു 10 കൊല്ലം മുമ്പ് കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പ് കാറായിരുന്നു. അവിടെ നിന്ന് ഒരു ഡിസൈറബിൾ ബ്രാൻഡ് ആക്കിയവർ, വണ്ടി നല്ല വണ്ടികളാണ്, മെറ്റീരിയൽസും എല്ലാം പ്രീമിയമാണ്. സോ ആ ഒരു ഇതാണ് സിട്രോൺ എടുക്കാണ്ട് പോയത്, വിച്ച് ഇസ് വെരി അൺഫോർച്ചുനേറ്റ്. ഞാൻ C3 നോക്കുമ്പോൾ പെർഫെക്റ്റ് സിറ്റി കാർ ആണ്, ആണ് ഒരു പെർഫെക്റ്റ് ലൈറ്റ് റൈഡിങ്. അതെ, നല്ല വണ്ടി. ആ ടർബോ എഞ്ചിൻ ആക്ച്വലി ഓടിക്കണം നല്ല, വെരി നൈസ് കാർ. പക്ഷേ അതെ, അവരെനിക്ക് വന്നിട്ട് ഗിയർ ഉണ്ടാക്കുന്ന കമ്പനി അല്ലായിരുന്നു ഫസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയത്? സിട്രോണിന്റെ ഗിയേഴ്സ് ആണ്, അതാണ് പറഞ്ഞ ലോഗോ അങ്ങനെ വരുന്നത്, ആ ഷെവറോൺ ലോഗോന്റെ ഇതാണ്. സ്റ്റെലാന്റിസിന്റെ എല്ലാ കമ്പനികൾക്കും പ്രശ്നമുണ്ടല്ലോ, മാർക്കറ്റിംഗ് പ്രശ്നമുണ്ടല്ലോ. സ്റ്റെലാന്റിസിന്റെ ആണ് പ്രശ്നം, ജീപ്പിന് പ്രശ്നമുണ്ട്. ഉണ്ട്. പിന്നെ ഫിയറ്റ് പോയി. ഫിയറ്റിന് പിന്നെ എന്തൊരു ഫാക്ടറി ഇല്ലേ, ഒരു പൊട്ടിക്കിടന്ന ഫാക്ടറി കണ്ടില്ലേ? അത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഇല്ലേ? എൻ്റെ പാർട്സ് ഉണ്ടാക്കണ കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷേ ഇവിടെ ഫിയറ്റ് എന്നുള്ള ബ്രാൻഡിൽ ഒന്നും ഉണ്ടാക്കണില്ല. They are not exporting also. Fiat as a brand world over തീരാറായി. CEO റിസൈൻ ചെയ്തിട്ടുണ്ട്. അതോടെ ആ കാര്യത്തിൽ My work here is done. നമുക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ EV-യിൽ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലും വണ്ടികളിലും ഇനി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? EV വണ്ടികളിൽ ഒരു 5 years 10 years EV മാത്രമായിരിക്കുമോ, മറ്റ് വണ്ടികൾ വരുമോ, മറ്റ് ടെക്നോളജി വരുമോ, എങ്ങനെയായിരിക്കും ഉള്ളത്? ഓൺ ദ അതർ ഹാൻഡ്, വൺ മോർ ക്വസ്റ്റൻ ഇസ് ദെയർ, ഇമ്മീഡിയറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാം? സോ EV മാത്രമായിട്ട് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഫോർസീ ആൻ EV ഓൺലി ഫ്യൂച്ചർ. അത് EV ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ, അത്രയേ ഉള്ളൂ. നമുക്ക് പെട്രോൾ വണ്ടി ഉണ്ടായിരുന്നപ്പോഴും നമുക്ക് പെട്രോൾ ഉണ്ടായിരുന്നു, ഡീസൽ ഉണ്ടായിരുന്നു, LPG ഉണ്ട്, CNG ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്യൂവൽ ടൈപ്പാണ് ഇലക്ട്രിക്. ഇവിടെ വി ആർ വേ ബെറ്റർ ഓഫ് പല കാര്യങ്ങളിലും, ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും എല്ലാത്തിലും കമ്പയർഡ് ടു അതർ പ്ലേസസ്. ഇപ്പോൾ ഒരു മെട്രോ സിറ്റിയിൽ ഒരു ഒട്ടുമുക്കാൽ ആൾക്കാരും EV എടുക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ സ്ഥലമില്ല. നമുക്കിവിടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് വീടുകളിലാണ് പാർക്കിംഗ്. നമ്മൾ വീട്ടിൽ കുത്തി ചാർജ് ചെയ്യുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വണ്ടി ഫുൾ ചാർജ് ആവുന്നു, എടുത്തിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ടേക്ക് ബോംബെ ഫോർ എക്സാമ്പിൾ, മെജോറിറ്റി ഓഫ് ബോംബെ പാർക്സ് ഓൺ ദ റോഡ്. അവരെവിടെ കുത്തി ചാർജ് ചെയ്യും? നല്ല പെനട്രേഷൻ ഉണ്ടാവും ഇന്ത്യയിൽ, ബട്ട് ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി ഒരു ഡോമിനൻറ്റ്. പക്ഷേ ചില പോക്കറ്റ്സിൽ നല്ല പെനട്രേഷൻ. ഇപ്പോൾ കേരളം ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ EV വളരെയധികം സക്സസ്ഫുൾ ആണ്. ആൻഡ് നമുക്കിപ്പോൾ ഹൈവേ റണ്ണിങ്ങിനാണെങ്കിലും ഇപ്പോൾ ഒരു 500 കിലോമീറ്ററുള്ള വണ്ടികൾ നോമായി കഴിയുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു നോർത്ത് ഈസ്റ്റിൽ പോവുക, അല്ലെങ്കിൽ ഒരു മലപ്രദേശത്ത് പോവുക, വേറെ പവർ തന്നെ മര്യാദയ്ക്കില്ല എപ്പോഴും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. റാദർ ദാൻ എല്ലാവർക്കും EV എന്നുള്ളതിനേക്കാളും കൂടുതൽ ഉള്ള ആൾക്കാർ തന്നെ ആക്ച്വലി റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇപ്പം ലൈക്ക് ഫോർ മീ, എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മാറുക എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ ഒരു സിറ്റി EVയും ഒരു 600 കിലോമീറ്റർ കിട്ടുന്ന ഒരു EV ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി രണ്ടിനൊരു കസ്റ്റമറാണ്. കാര്യം എനിക്കൊരു 500 അബവ് കിട്ടിയാലേ എനിക്ക് ഈ MG എന്നൊരു അപ്ഗ്രേഡ് ഉള്ളൂ. 500 കിലോമീറ്റർ ക്ലെയിം ചെയ്യുന്ന വണ്ടിയും കൊണ്ട് ഒന്നും ചെയ്യാനില്ല. അതിന് റോട്ടിൽ 400-420 കിലോമീറ്റർ കിട്ടുള്ളൂ. ഇഫ് ഐ എം ഗെറ്റിംഗ് 600 കിലോമീറ്റേഴ്സ് ഓൺ റോഡ്, അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ EV ഓൺ ചെയ്യുന്ന ഒരു ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ പറഞ്ഞ വണ്ടികൾക്ക് കസ്റ്റമേഴ്സാണ്. ഈ പറഞ്ഞ യൂസ്ഡ് വണ്ടികൾക്ക് ഒരു നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. ഒരു 250-300 കിട്ടുന്ന വണ്ടികൾക്ക് വേറെ ഒരു സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ്, ഹു ആർ കറൻ്റ്ലി യൂസിങ് 200 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ കിട്ടുന്ന സേവ് ടിയാഗോ EV ഓർ കോമെറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഈ പറഞ്ഞ വണ്ടികൾക്ക് യൂസ്ഡ് മാർക്കറ്റിൽ അതിനൊരു ഇതുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ തന്നെ EV പോപ്പുലർ കൂടുതലാവും. പക്ഷെ നമ്മുടെ ഒരു ഹിമാചൽ പ്രദേശിൽ ഇത് പോപ്പുലർ ആവുമോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അപ്പോൾ കേരളത്തിൽ തന്നെ ചാർജിങ് സ്റ്റേഷൻ ഓപ്പറേറ്റർ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചാർജിങ് ഗ്രിഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങൾ? അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഗോയിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആക്ച്വലി നിങ്ങളുടെ ചാർജിങ് നെറ്റ്വർക്കും റിലയബിലിറ്റിയും ഈസ് വേ ബെറ്റർ ദാൻ നോർത്ത് ഇന്ത്യയിലത്തെ ഓപ്പറേറ്റേഴ്സ്. അതാ ഞാൻ പറഞ്ഞത്, സൗത്ത് ഇന്ത്യയിൽ ഞാൻ ധൈര്യപ്പെട്ട് വണ്ടി ഓടിക്കും, നോർത്ത് ഇന്ത്യയിൽ ഞാൻ EV ഓടിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം കൂടെ അതാണ്. കാര്യം ഇത് ആപ്പിൽ കാണിച്ചത് വർക്ക് ചെയ്യുന്ന നമുക്കൊരു വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ സാധനം അഗൈൻ നോർത്തിലില്ല. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെയുള്ള അപ്പോൾ ആ ഒരു റിലയബിലിറ്റി ഫാക്ടർ പലവരും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ EV ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആസ് എ യൂസർ എനിക്ക് വേണ്ടത് ഇസ് വൺ സിംഗിൾ ആപ്പ് വെർ വി ക്യാൻ കണക്ട് ഓൾ ദ ഓപ്പറേറ്റേഴ്സ്. കാര്യം ഇപ്പം എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചു തരാം, എനിക്ക് 4 പ്രാവശ്യം സ്ക്രോൾ ചെയ്യാനുള്ള അത്ര EV ആപ്പ് ഉണ്ട്.
ഈ എല്ലാ ആപ്പിനകത്തൊരു 500-1000 രൂപ വെച്ചിട്ടുണ്ട്. ഇതിൽ പല ബ്രാൻഡ് ഇനി ഞാൻ ലൈഫിൽ കാണാൻ പോകുന്നില്ല. ഓക്കെ, ഇനി അവിടെ അങ്ങോട്ട് പോകുന്നില്ല. എനിക്കറിയാം ഞാനിനി എന്തായാലും ഈ ഓടിച്ചിട്ട് പോകാൻ പോകുന്നില്ല അവിടെ. അപ്പോൾ പോകുമ്പോഴേക്കും ഇത് മിക്കവാറും RBI ഇതും എല്ലാം സാധുവാക്കിയിട്ടുണ്ടാവും. അതിനകത്തുള്ള ഡിജിറ്റൽ പൈസ പോയി എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ആ പൈസ പോയി. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ശരിക്കും അത്യാവശ്യമല്ലേ? കാര്യം ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ചാർജർ കണ്ടു. ഞാനപ്പോൾ അവിടെ കണ്ടു, ഞാൻ യൂട്ടേൺ തിരിച്ചുമ്പോഴേക്കും അവിടെ വണ്ടി കയറിയിട്ടുണ്ടാവും. ഇത് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ വണ്ടി കയറും. ഈ ഒരു ഗ്യാപ്പിലായിരിക്കും പലപ്പോഴും അതിനകത്ത് പൈസ ആഡ് ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ ലോഡ് ചെയ്ത് റെഡി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കഴിഞ്ഞു, ഡൺ. അടുത്ത 1 മണിക്കൂർ പോയി. എന്നാൽ തൊട്ടപ്പുറത്ത് അടുത്ത ചാർജർ ഉണ്ടാവും, വേറെ ബ്രാൻഡ് ആയിരിക്കും. നമ്മളൊന്ന് യൂട്ടേൺ എടുക്കുമ്പോൾ പിന്നെയും നമ്മൾ അതിനകത്ത് പൈസ ആഡ് ചെയ്യണം. ആൻഡ് ഇഫ് യു ഓൺ ദ ഹൈവേ നമ്മൾ ഓരോ തവണ അറ്റ്ലീസ്റ്റ് ഒരു 10,000-2000 രൂപ ആഡ് ചെയ്യണം അതിനകത്ത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആയി കഴിയുമ്പോഴേക്കും വെറുതെ ഒരു 10,000-15,000 രൂപ അതിനകത്ത് ബ്ലോക്കായി കിടക്കും. പിന്നെ നമുക്ക് അതുകൊണ്ടൊരു ഉപയോഗമില്ല. എപ്പോഴാണ് ആ പെർട്ടിക്കുലർ ബ്രാൻഡ് പിന്നെ നമ്മൾ തപ്പി ചാർജ് ചെയ്യണം. അതാണ് പ്രശ്നം. എനിക്കോട്ട് അതൊരു ബിഗിനിങ് ഓഫ് ദ ഇൻഡസ്ട്രി ഇഷ്യൂ ആയിരിക്കാം. 2 കൊല്ലം 3 കൊല്ലം എല്ലാ ഇൻഡസ്ട്രി എല്ലാ കമ്പനികളും ആവുന്നുള്ളൂ. മേ ബി ഓൺ ദ ലൈൻ നമുക്കതൊരു അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമായിട്ട്, അല്ലെങ്കിൽ ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ വോളറ്റ് പൈസ ചാർജ് ചെയ്ത് ഇത് ദാറ്റ് ഇസ് എ ബിഗ്. ഇപ്പോൾ എൻ്റെ ഫാദർ ആദ്യമൊക്കെ MG യൂസ് ചെയ്യായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞു, ഇല്ല എടാ ഇത് ഈ വോളറ്റ് ചാർജ് ചെയ്ത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുമല്ല, എടാ മോണ ഡു ഇറ്റ്, അത്രേ ഉള്ളൂ, അതിന് എനിക്ക് ചെയ്യണ്ട. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് പറഞ്ഞാൽ ശരിയാണ് കാര്യം. വെറുതെ ഇനി അതിൽ പൈസ ആഡ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഇതെടുത്ത് അതിൽ എത്ര ഉണ്ടെന്ന് നോക്കി ഓരോ തവണ തുടങ്ങുന്നതിന് മുമ്പ് അത്രയും ബാലൻസ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. ദാറ്റ് പിന്നെ നമ്മൾ ചിലപ്പോൾ GST കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു 97-ലൊക്കെ പോയി വണ്ടി നിൽക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു പോസ്റ്റ് പെയ്ഡായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി വന്നാൽ നല്ലതായിരിക്കും അല്ലേ? അതെ, ആ ഒരു കാര്യമാണ് എനിക്ക് എന്തെങ്കിലും ഇതേപോലെ നമ്മൾ ഇരിക്കുമ്പോൾ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നൊരു പോയിന്റാണത്. നിങ്ങളെ കാണാനിരിക്കുകയാണ്. അതെ, ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവരുന്നത് ഈ ചാർജിങ് എത്തിക്കേറ്റ്സ്. ലൈക്ക് ഇപ്പോൾ ചാർജിങ് 100% ആയി കഴിഞ്ഞ് ആവുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ പോകും. 10 minutes പ്രയറൊക്കെ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് സ്റ്റിൽ ആഫ്റ്റർ എ സർട്ടൻ ടൈം ഓഫ് പീരിയഡ് യു ആർ സ്റ്റിൽ ഇൻ ദ സ്ലോട്ട് ആൻഡ് നോട്ട് അലൗവിങ് സമൺ എൽസ് ടു ചാർജ്, യു വിൽ ബി ഫൈൻഡ്. പാർക്കിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ യു വിൽ ബി ഫൈൻ. നല്ല കാര്യമാണ്. സോ അതേപോലെ നമ്മളൊരു ഗോയ്സ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മൊത്തം എന്ന് വെച്ചാൽ ഒരു EV കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. ലൈക്ക് ഇൻ ടേംസ് ഓഫ് എക്കോസിസ്റ്റം ഗോയ്സ് ഹാസ് ഡൺ റിയലി ഗുഡ്. ത്രൂ ഔട്ട് കേരളം നമുക്ക് എവിടെ പോയാലും നമുക്ക് യൂസ് ചെയ്യാം, എല്ലായിടത്തും ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഫങ്ഷണലായിട്ട് പ്രാക്ടിക്കലായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ്. കാരണം ഗോയ്സിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി നമുക്ക് വേറൊരു ചാർജിങ് സ്റ്റേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അത് stickers ഉണ്ട്. So you can't go to we are forced to, and till date we have never faced any issue. Oh great. Yeah, so നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നമ്മൾ പോയിട്ടുണ്ട്. It's a smooth റെഗുലർലി നമ്മൾ പോകുന്നതാണ് വണ്ടിക്കകത്ത്. ഓക്കെ, നിങ്ങൾ ഏത് വണ്ടിയാണ് ട്രയലിന് യൂസ് ചെയ്യുന്നത്? Tigor 1 lakh kilometers ഓക്കെ, ക്രോസ് ചെയ്തൊരു. പിന്നൊരു കാര്യം വരുന്നത്, നമ്മളൊരു ചാർജ് സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഉള്ള കണക്ടേഴ്സിൽ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്ര ചാർജ് ആയെന്ന് നമുക്കറിയാൻ പറ്റും. അത് ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു. ഞാനത് നിങ്ങളുടെ പാലക്കാടുള്ള ചാർജറിൽ വെച്ച് ചെയ്തപ്പോൾ ഐ സോ ദാറ്റ് ലൈക്ക് ഓക്കെ, ഇതൊക്കെ അതെ, അത് ആക്ച്വലി മറന്നു ഒരു കാര്യമായിരുന്നു. ഒരു എമർജൻസി ബട്ടൺ ഉള്ളതിന്റെ പ്രശ്നം തന്നെ അനുഭവിച്ചു. എമർജൻസി ബട്ട് പക്ഷെ ആ അബ്യൂസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം പണ്ട് എനിക്ക് MG എടുത്ത സമയത്ത് സ്റ്റേഷൻ ഓഫ്ലൈനിൽ കണ്ടാലും പോയി നോക്കും. കാര്യം എല്ലാവരും ഈ എമർജൻസി ഓണാക്കി വെച്ച് ആ വഴിക്ക് പോയിട്ടുണ്ടാവും. അത് പലർക്കും ഉപകാരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലോക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് അവിടെ empty ആയിരിക്കും, ആരും ഉണ്ടാവില്ല. അവിടെ പോകുമ്പോൾ ഇത് ഓണാക്കി ചാർജ് ചെയ്തിട്ട് പോകും. ഞാൻ ഓഫ് ചെയ്തിട്ടുള്ള. അപ്പോൾ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. So it was actually a really fruitful discussion. നമ്മൾ വേൾഡ് ഓഫ് EVs എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് മുഴുവൻ കറങ്ങി വന്നു. Automobile. അതെ. So thank you for coming. My pleasure. Look Great forward being to here. hosting you again. Definitely. Right. Thank you. Right.